പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ആമേശ്വത്ര കാണുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടു അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് വരുന്ന മനുഷ്യന് ജീവിതത്തിൽ ഏറിയ പങ്കും കരച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും അനുഭവങ്ങൾ തന്നെയാണ്. ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖങ്ങളെക്കാൾ എത്രയോ മടങ്ങാണ് താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരും. നമുക്ക് ചുറ്റും കരച്ചിലിൻ്റെയും നിലവിളിയുടെയും എത്രയെത്ര ശബ്ദങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വാവിട്ട് നിലവിളിക്കുക, അലറി കരയുക, അവൻ ഉച്ചത്തിൽ കരയുക, വിങ്ങിക്കരയുക, ഏങ്ങനടിച്ച് കരയുക, ഞരങ്ങുക, ഹൃദയം പൊട്ടി നിലവിളിക്കുക എന്ന് തുടങ്ങി എത്രയെത്ര വിധത്തിലാണ് കരച്ചിലിന്റെ തീവ്രത അനുസരിച്ച് മനുഷ്യർ കരച്ചിലിനെ തരംതിരിക്കുന്നത്. ഈ ലോകം വിടുന്നത് വരെ കരച്ചിലിന്റെ പാതയിൽ കൂടെ കടന്നു പോകേണ്ടവനാണ് മനുഷ്യൻ. കുട്ടികളാണ് കരച്ചിലിന് മുന്നിൽ നിൽക്കുന്നത്. 2-ാം സ്ഥാനം സ്ത്രീകൾക്കാണ്. നമ്മുടെ കരച്ചിലിന്റെ ഉദ്ദേശം എന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. അഥവാ മനസ്സിലാക്കിയാലും മറ്റുള്ളവർക്ക് അത് വിഷയമായി തോന്നുകയോ അല്ലെങ്കിൽ അവർ മനസാക്ഷി ഇല്ലാത്തവരായി നമ്മെ സഹായിക്കാതെ ഇരിക്കുകയും ചെയ്തേക്കാം. നമ്മുടെ കരച്ചിലിന്റെ മുമ്പിൽ മറ്റുള്ളവർ നിസ്സഹായരായി നിൽക്കുമ്പോഴും നമ്മുടെ നെടുവീർപ്പ് പോലും ആഴത്തിൽ ഗ്രഹിച്ചറിയുന്നവനും അതിന് മറുപടി തരുവാനും നമ്മുടെ ദൈവം ശക്തനാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമേ, ഒരു വ്യക്തി ദൈവം മുമ്പാകെ കരയണമെങ്കിൽ ഒന്നാമതായി താൻ ബലഹീനനാണെന്നും തൻ്റെ കഴിവ് കൊണ്ടും സഹാനുഭൂതിയുള്ള മറ്റു മനുഷ്യരുടെ സഹായം കൊണ്ടും തൻ്റെ കാര്യങ്ങൾ നടക്കുകയില്ലെന്ന് ദൈവം മുമ്പാകെ സമ്മതിക്കണം. താങ്ങാനാവാത്ത വേദന ഉള്ളിൽ അനുഭവപ്പെടുമ്പോൾ, ഹൃദയം തകരുക ചെയ്യുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് കരയുവാൻ കഴിയുകയുള്ളൂ. തൻ്റെ ഭർത്താവായ അബ്രഹാം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഹാഗറിനെയും തൻ്റെ മകനെയും നിഷ്കരുണം ഭവനത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഒറ്റപ്പെട്ടു പോയ ആ അമ്മയും മകനും തങ്ങളുടെ ജീവനും നിലനിൽപ്പിനും വേണ്ടി ദൈവത്തോട് വളരെ കരഞ്ഞു. തലമുറകൾ ജനിക്കാത്തതു നിമിത്തം നിന്ദകളും വേദനകളും അനുഭവിക്കുന്ന അനേക ദമ്പതികൾ ലോകത്തിലുണ്ട്. എന്നാൽ ചില തീരുമാനങ്ങളോടുകൂടെ ദൈവം മുമ്പാകെ നിലവിളിച്ചാൽ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ കരഞ്ഞാൽ അനേകരുടെയും കരച്ചിലിന്റെ ശബ്ദം ദൈവം കേട്ട് അവർക്ക് മറുപടി കൊടുത്തതായും വചനത്തിൽ നമുക്ക് കാണുവാനിടയാകും. നമ്മുടെ സ്വന്തം അനുഭവത്തിൽ കൂടെ അനേകരുടെ സാക്ഷ്യങ്ങൾ കൂടെ നാം എത്രയോ കേട്ടുകഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ മറുപടിയും വിടുതലും. സമൂഹം ത്യജിച്ച പാപിനിയായ ഒരു സ്ത്രീ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നു ദുഃഖത്തോടുകൂടെ കരഞ്ഞപ്പോൾ ദൈവം അവളുടെ പാപം ക്ഷമിക്കുകയും ആമെ സമാധാനിപ്പിക്കുകയും ചെയ്തുവല്ലോ. നെഹമ്യാവും പ്രവാസത്തിലായിരുന്ന ജനങ്ങളും ആലയത്തിന്റെ തകർച്ചയെ ഓർത്ത് ഉപവസിച്ചു ദൈവം മുമ്പാകെ കരഞ്ഞപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുത്തു. പ്രിയ ദൈവവേദിലെ, ഈ പ്രഭാതം സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞത് മതി കേട്ടോ. നിന്റെ ഉള്ളം തിരിച്ചറിയുന്ന, നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം മുഖത്തേക്ക് ഈ പ്രഭാതം നോക്കാമോ? കരയാമോ? കരച്ചിലിന്റെ ശബ്ദം കേട്ട് മറുപടി നൽകുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതം നിനക്കുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ മുന്നിൽ കരഞ്ഞത് മതി. നിന്റെ കഷ്ടതകൾ മനുഷ്യന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞത് മതി. ഇന്ന് പ്രഭാതം സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്നും വരും? സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരും. അതെ, എത്രയെത്ര കരച്ചിലിന്റെ ശബ്ദം കേട്ട് ദൈവം മറുപടി നൽകുവാൻ ഇടയായിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. വിധവയായ ഹല്ലേലൂയ സ്ത്രീയുടെ മകൻ മരിച്ചപ്പോൾ അവളുടെ കരച്ചിൽ യേശു കണ്ടു. ഹല്ലേലൂയ. ലാസറിന്റെ മരണം തന്റെ സഹോദരങ്ങൾക്ക് വളരെ വേദനയുണ്ടാക്കി. അവർ കരഞ്ഞു. യേശു കൂടെ കരയുവാനിടയായി. പിന്നെ കരയുന്നവന് മാത്രമേ, കരച്ചിൽ തിരിച്ചറിയുന്നവന് മാത്രമേ, കഷ്ടത അനുഭവിച്ചവന് മാത്രമേ മറ്റുള്ളവരുടെ കഷ്ടത തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പ്രഭാതം എത്രയോ
കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ കടന്നു പോകാൻ നല്ല യൂണിഫോം ഇല്ല, ബുക്ക് ബാഗില്ല, ബുക്കില്ല, അങ്ങനെയുള്ള പലവിധമായ ആവശ്യങ്ങളുടെ നടുവിൽ മാതാപിതാക്കളെ നോക്കി കരയുന്ന എത്ര കുഞ്ഞുങ്ങൾ. സാമ്പത്തിക ബാധ്യതകളുടെ നടുവിൽ, കടഭാരങ്ങളുടെ നടുവിൽ, ഭവനമില്ലാതെ ജോലി സംബന്ധമായ വിഷയങ്ങളിൽ, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ സ്വസ്ഥതയും സമാധാനമില്ലാതെ എത്ര പ്രിയപ്പെട്ടവർ മനുഷ്യരുടെ മുന്നിൽ കരയുന്നു. ഇന്ന് പകൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവ പൈതലേ, നീ മനുഷ്യന്റെ മുന്നിൽ കരഞ്ഞത് മതി. ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുകയാണെങ്കിൽ, ഈ സന്ദേശം നീ നിന്റെ കാതുകളിൽ എത്തുമ്പോൾ, ഈ സമയത്ത് ഒരുമിച്ച് നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാമോ? നിന്റെ കരച്ചിൽ കാണുന്ന, നിന്റെ വേദനകളെ അറിയുന്ന, നിന്റെ ഞെരുക്കങ്ങളെ അറിയുന്ന, ആവശ്യങ്ങളെ അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. മറുപടി നൽകുവാൻ അവൻ ശക്തനാണ്. നമ്മുടെ കണ്ണുകളെ ദിവസമടയ്ക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ബർത്തമായുടെ നിലവിളിക്ക് മറുപടി നൽകിയ ദൈവം ഇന്ന് പകൽ കർത്താവെ, ആരൊക്കെ നിലവിളിച്ചോ അവരുടെ നിലവിളിക്കെല്ലാം മറുപടി നൽകിയ ദൈവം, നിന്റെ കർത്താവെ ഈ ശബ്ദം ശ്രവിക്കുന്ന അങ്ങയുടെ ദാസിദാസന്മാർക്കും അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കും കർത്താവെ കരഞ്ഞുകൊണ്ട് ഇന്ന് പ്രഭാതം വളരെ വേദനയോടുകൂടെ ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുകയാണെങ്കിൽ കർത്താവെ, അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. സമാധാനവും ദീർഘായുസ് കൊണ്ട് നിറയ്ക്കും, അത്ഭുതം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.